മൂന്നാറിലെ ഏലം കുത്തകപ്പാട്ട ഭൂമിയിലെ നിർമ്മാണങ്ങൾ ഒഴിപ്പിക്കാൻ ബുൾഡോസറുകൾ അയക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ. സുപ്രീം കോടതിയുടെ വനം പരിസ്ഥിതി ബെഞ്ചിന് മുമ്പാകെയാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. മൂന്നാറിലെ ഏലം കുത്തകപ്പാട്ട ഭൂമി സംബന്ധിച്ച് വൺ എർത്ത് വൺ ലൈഫ് എന്ന സംഘടന നൽകിയ ഹർജി പരിഗണിച്ചപ്പോഴായിരുന്നു സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ PV ദിനേശ് സുപ്രധാന നിലപാട് അറിയിച്ചത്. ഏലം കുത്തകപ്പാട്ട ഭൂമിയുടെ വിസ്തീർണം സംബന്ധിച്ച ഫയൽ കൈമാറാൻ വിസമ്മതിച്ച ലാൻഡ് റവന്യൂ കമ്മീഷണർ A. കൗശിക്, അഡീഷണൽ സെക്രട്ടറി TR ജയ്പാൽ എന്നിവരോട് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. 1897 വനഭൂമിയായി വിജ്ഞാപനം ചെയ്തതാണ് ഏലം കുത്തകപ്പാട്ട ഭൂമി. 1935 തിരുവിതാംകൂർ രാജകുടുംബം ഈ ഭൂമി ഏലം കൃഷിക്കായി പാട്ടത്തിന് നൽകി. അതിനുശേഷം പല മാറ്റങ്ങളും ഈ ഭൂമിയിൽ സംഭവിച്ചു. അതിനാൽ അവിടേക്ക് ഒഴിപ്പിക്കലിന് ബുൾഡോസറുകൾ അയക്കില്ലെന്ന് PV ദിനേശ് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. ഔദ്യോഗിക രേഖകൾ പ്രകാരം മൂന്നാർ, ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട് എന്നിവിടങ്ങളിലായി 344 ചതുരശ്ര മൈൽ ഏലം കുത്തകപ്പാട്ട ഭൂമി ഉണ്ടെന്നാണ് വൺ എർത്ത് വൺ ലൈഫിന്റെ വാദം. എന്നാൽ ഈ വാദം ശരിയല്ലെന്നാണ് സർക്കാർ നിലപാട്. മൂന്നാറിലെ ഏലം കുത്തകപ്പാട്ട ഭൂമി സംബന്ധിച്ച ഫയൽ കൈമാറാൻ കഴിയില്ലെന്ന് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ സുപ്രീം കോടതി ചുമതലപ്പെടുത്തിയ ഉന്നതാധികാര സമിതിയെ അറിയിച്ചതായി അമിക്കസ് ക്യൂറി K. പരമേശ്വർ സുപ്രീം കോടതിയെ അറിയിച്ചു. ലാൻഡ് റവന്യൂ കമ്മീഷണർ A. കൗശിക്, പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അഡീഷണൽ സെക്രട്ടറി TR ജയ്പാൽ എന്നിവർ ഫയൽ കൈമാറാൻ കഴിയില്ലെന്ന് അറിയിച്ച് ഉന്നതാധികാര സമിതിക്ക് കൈമാറിയ കത്തും പരമേശ്വർ സുപ്രീം കോടതിക്ക് കൈമാറി. സ്റ്റാറ്റ്യൂട്ടറി അധികാരമുള്ള ഉന്നതാധികാര സമിതിക്ക് കൈമാറിയ കത്തിലെ ഭാഷയെ ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ച് വിമർശിച്ചു. വിഷയം ചീഫ് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. എന്നാൽ കത്തെഴുതിയ ലാൻഡ് റവന്യൂ കമ്മീഷണർ A. കൗശിക്, പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അഡീഷണൽ സെക്രട്ടറി TR ജയ്പാൽ എന്നിവർ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടിയിലേക്ക് കടക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി.